നമസ്കാരം. കാറ്ററ്റ് 3യുടെ 5ാമത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. 5ാമത്തെ സെഷനിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് ജോമെട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഈ ആദ്യത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത, ഇത് ഇപ്പോൾ കഴിഞ്ഞ കാറ്ററ്റ് പരീക്ഷയുടെ ഒരു ചോദ്യമാണത്. ഈ ചോദ്യം നോക്കൂ. ഇതിൽ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഈ വരകളുടെ നീളങ്ങളെല്ലാം 30 വീതമാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഈ ABCD എന്ന സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പം മുകളിലേക്കൊക്കെ താഴേക്കൊക്കെ വരച്ചിരിക്കുന്ന 3 വരകളുണ്ടല്ലോ, ഉള്ളിൽ വരച്ചിരിക്കുന്ന AP 30 QP 30, QC 30. ഓക്കെ, എന്നാൽ ABCD എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ ഏരിയ കാണുക. ഇതാണ് ചോദ്യം. നമുക്ക് ചെയ്യാവുന്നത്, ഈ Pയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 ഈക്വലായ പാർട്ടുകളായിട്ട് ആ വശത്തെ ഭാഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നീളം X എന്നെടുത്താൽ ഇത് X ആണ്, ഇതും X തന്നെ. അപ്പോൾ ഇത് 3X ആണ്, ഇത് 3X ആണ്. ഓക്കെ, ഇത് 30 ആണല്ലോ. ഇവിടെ ഒന്ന് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ എന്താവും? 3Xൻ്റെ സ്ക്വയർ പ്ലസ് X സ്ക്വയേർഡ് ഈസ് ഈക്വൽ ടു 30 സ്ക്വയേർഡ് എന്ന് എഴുതാം. അതായത് 9X സ്ക്വയേർഡ് പ്ലസ് X സ്ക്വയേർഡ് ഈസ് ഈക്വൽ ടു 900. അങ്ങനെയാണെങ്കിൽ 10X സ്ക്വയർ ഈസ് ഈക്വൽ ടു 900, X സ്ക്വയർ ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടുന്നു. നമുക്ക് വേണ്ടത് വലിയ സമയതരത്തിൻ്റെ പരപ്പളവാണ്. അതായത് 3Xൻ്റെ സ്ക്വയറാണ് നമുക്ക് വേണ്ടത്. അതായത് 9X സ്ക്വയറാണ് നമുക്ക് വേണ്ടത്. 9 X സ്ക്വയർ ഈസ് 90, 810 എന്ന ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, വ്യക്തമായിട്ടുണ്ട് കാര്യങ്ങൾ. കഴിഞ്ഞ കാറ്ററ്റ് പരീക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണിത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കടക്കാം. 2ാമത്തെ ചോദ്യം. ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ഏരിയ ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ചോദ്യം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് ഇൻ ദ ഡയഗ്രം? ഔട്ടർ റെഗുലർ ഹെക്സഗൺ, പുറത്ത് കാണുന്ന ഏറ്റവും വലിയ റെഗുലർ ഹെക്സഗൺ, ഹാസ് ഏരിയ 216. പുറത്തെ റെഗുലർ ഹെക്സഗൻ്റെ ഏരിയ 216 ആണ്. എന്നാൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇവിടെ ഞാൻ ഈ വരക്കുന്ന ട്രയാങ്കിൾ കണ്ടോ? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈക്വലാണ്. കാരണം രണ്ടിനും സെയിം ബേസും സെയിം ഹൈറ്റുമാണ്. എല്ലാം ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ല. ഇത് ഇക്വലാറ്ററലാണ്, എന്നാൽ ഇത് ഇക്വലാറ്ററലല്ല. പക്ഷേ അവയുടെ ഏരിയ ഈക്വലാണ് രണ്ടിനെയും. കാരണം ഇവിടെ ഇത് ഇക്വലാറ്ററലായതുകൊണ്ട് ഈ നീളം കണ്ടോ, ഈ നീളമൊക്കെ ഈക്വലാണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിളുകൾക്ക് ഒരേ ഏരിയയുള്ള ട്രയാങ്കിളുകളാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് കണ്ടോ 2 ട്രയാങ്കിളുകളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് അതുപോലെ 2 എണ്ണം ഉണ്ട് ഈക്വൽ ഏരിയയുള്ള. ഇവിടെയും ഉണ്ട് അതുപോലെ 2 എണ്ണം. ഓക്കെ, ഇവിടെയും നമുക്ക് അതുപോലെ 2 എണ്ണം കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ഏരിയയുള്ള 6 ട്രയാങ്കിളുകൾ ഓരോന്നും ജോഡിയായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ എത്രയായി? 12 ഈക്വൽ ഏരിയ ട്രയാങ്കിൾസ്. പിന്നെ നടുക്കുള്ള ഭാഗം അതൊരു റെഗുലർ ഹെക്സഗണാണ്. അതിനെ നമുക്ക് 6 ഈക്വൽ ഏരിയ ട്രയാങ്കിളായിട്ട് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ 18 ഈക്വൽ ഏരിയ ട്രയാങ്കിളുകളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2ാമത്തെ ചോദ്യത്തിൽ 18 എണ്ണത്തിൻ്റെ ഏരിയയാണ് ഈ പറയുന്ന 216. എന്നാൽ ഒരെണ്ണത്തിൻ്റെ ഏരിയ അപ്പോൾ 12 എന്ന് കിട്ടുമല്ലോ.
ഒരെണ്ണത്തിൻ്റെ ഏരിയ 12 ആണെങ്കിൽ ഈ നടുക്കുള്ള ഈ ഭാഗത്തിൻ്റെ ഏരിയ എത്രയാണ്? 6 എണ്ണം ചേർന്നാണല്ലോ ഇത്. 6 × 12, അതായത് 72 ഇതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ട്? ആ ഇക്വാലിറ്റി ഓഫ് ഏരിയ, ട്രയാങ്കിൾസ് ഹാവിങ് സെയിം ബേസ് ആൻഡ് ഹൈറ്റ് ഹാവ് ഈക്വൽ ഏരിയ, ഇതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് ശരിക്ക്. അത് വെച്ച് നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം വ്യക്തമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഒരു റെക്റ്റാങ്കിളിനെ മുറിച്ച് റോംബസ് ആക്കി മാറ്റിയിരിക്കുന്നു. ആദ്യമുണ്ടായ റെക്റ്റാങ്കിളിൻ്റെ നീളം 3, വീതി 2. അപ്പോൾ കണ്ടോ 3, 2. ഓക്കെ, ഇതിനെ മുറിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെയൊക്കെ മുറിച്ചിട്ട് ആ 4 ഭാഗങ്ങളുണ്ടല്ലോ അത് ചേർത്തുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഈ റോംബസിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ എന്താണ്? അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആദ്യം നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാം. അതെത്രയാണ്? 3, 2. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ 10. ഇനി ഇതിൻ്റെ പെരിമീറ്റർ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കാണാനല്ലോ. 2ഉം 1.5 വശങ്ങൾ. ഇതുപോലെ ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഇവിടെ 2, ഇത് 1.5. അപ്പോൾ പൈഥാഗറസ് തിയറം അനുസരിച്ച് ഈ നീളം എത്രയാണ്? 2.5. അതായത് 2² + 1½ സ്ക്വയർ കൂട്ടി കിട്ടുന്നതിൻ്റെ റൂട്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? √2² + 1.5 സ്ക്വയർ 6.25. സ്ക്വയർ റൂട്ട് 2.5 ഈ നീളം 2.5 ആണെങ്കിൽ ഈ നീളം 2.5 അങ്ങനെ 4 2.5 ചുറ്റുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവും 4 × 2.5 10 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയും ചുറ്റളവ് 10, ഇതിൻ്റെയും ചുറ്റളവ് 10. അപ്പോൾ പെരിമീറ്ററുകൾ തമ്മിലുള്ള റേഷ്യോ 1:1 എന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യം കുറച്ച് ആലോചിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ എത്രയാണ്? ഈ PQ എന്ന് പറയുന്നത് 6 മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. PQ 6 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ കാണണം. നമുക്ക് ഇങ്ങനൊരു വര അങ്ങ് വരക്കാം താഴേക്ക്. ഓക്കെ, ഇങ്ങനൊരു വര അങ്ങോട്ട് കാണുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെയൊക്കെ കടന്നു പോകുന്ന കൃത്യമായിട്ട് നമുക്കറിയാം O1 O2 എന്നോ എന്തെങ്കിലും എഴുതുക. സെൻറ്ററിനൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല, അത് വേണമെന്നില്ല. അതായത് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു വര അങ്ങ് വരക്കുക. ഓക്കെ, ഈ വര വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചു. ഇങ്ങനെയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ റൈറ്റ് ട്രയാങ്കിൾ കാണാൻ പറ്റും. കാരണം ഇത് ഡയമീറ്റർ ആണല്ലോ വലിയ സർക്കിളിൻ്റെ. അപ്പോൾ ഇവിടെയും ഓരോ റൈറ്റ് ട്രയാങ്കിൾ കാണാൻ പറ്റും. ഈ 2 റൈറ്റ് ട്രയാങ്കിളുകളും സിമിലറാണ്, ഇക്വിയാങ്കുലറാണ്. അതായത് സിമിലാരിറ്റിയുടെ കണ്ടീഷൻസാണ് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ഇത് 2R. വലുതിൻ്റെ റേഡിയസ് R ആണെങ്കിൽ വലുതിൻ്റെ ഡയമീറ്റർ 2R. ഓക്കെ, ഇനി സിമിലാരിറ്റിയുടെ കണ്ടീഷൻസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഈക്വലായ ആംഗിൾസിന് ഓപ്പോസിറ്റായ സൈഡുകൾ മാറുന്നത് സെയിം സ്കെയിലിലാണെന്ന്. അപ്പോൾ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 2R. 2R ബൈ PQ is 6. അപ്പോൾ അതിൻ്റെ പകുതി 3 ആണ്. പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ടു ദ കോഡ്, ബൈസെക്ട് ദ കോഡ് എന്നുള്ള കണ്ടീഷൻ. ഇത് ടാൻജൻ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും 90 ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ 2R/3 = ഇപ്പുറത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3/2R എന്ന് കിട്ടും. 2R എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4RR = 9. 4RR = 9 എന്ന് വരും. ഇനി മറ്റൊരു കാര്യത്തിലേക്കൊന്ന് കിടക്കാം. R+R² = R² + R² - +2RR. ഈ 2RR എന്ന് 4RR is 9.
അപ്പോൾ 2RR ഈസ് 9/2. അപ്പോൾ R പ്ലസ് ആർ ഓൾ സ്ക്വയേർഡ് മൈനസ് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, അത് 9/2 ആണ്. ഓക്കെ, 9/2 ആണ്. ഓക്കെ, അതായത് 4RR ഈസ് ഈക്വൽ ടു 9. ദെർഫോർ 2RR ഈസ് ഈക്വൽ ടു 9/2. ഇവിടെ രണ്ട് സൈഡും പൈ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും കിട്ടുന്നത്? പൈ ഇൻറ്റു ആർ പ്ലസ് ആർ സ്ക്വയേർഡ് മൈനസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9π/2. ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടും. ഇതെന്താണെന്നൊന്ന് നോക്കൂ. ഇത് വലിയ സർക്കിളിൻ്റെ ഏരിയയാണ്. ഇതോ ഇത്രയും ഭാഗവും ആ രണ്ട് ചെറിയ സർക്കിളുകളുടെ ഏരിയകൾ ആണ്. അത് കുറച്ചിരിക്കുകയാണ്. വലിയ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും രണ്ട് ചെറിയ സർക്കിളുകളുടെ ഏരിയ കുറച്ചു. അപ്പോൾ കിട്ടുന്നതാണ് 9π/2. ആ 9π/2 ആണ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ. അപ്പോൾ ഓപ്ഷൻ സി അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം മുഴുവനും ഒന്ന് കാണൂ. അതിന് മുഴുവനും കൂടിയുള്ള ഏരിയയാണ് നമുക്ക് വേണ്ടത്. അവിടെ ആ സർക്കിളിൻ്റെ റേഡിയസ് 3 തന്നിട്ടുണ്ട്. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് 3. അപ്പോൾ ഇത് 3, ഇതിങ്ങനെ 3 എന്ന് വരക്കാം. താഴേക്കൊരു വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആവുന്നു. ടാൻജൻറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ്. ആ നിയമം അനുസരിച്ച് ഇത് രണ്ടും 90 ആണ്. ഓക്കെ, ടാൻജൻസ് എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് ചോദ്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ചോദ്യം വായിക്കണം. ചോദ്യം വായിച്ചിട്ട് ഓരോ സെൻറ്റൻസും പറഞ്ഞുകൊണ്ട് നമുക്ക് സമയം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് അത് കാണുക യൂട്യൂബിൽ ഈ കാണുന്ന സമയത്ത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് അപ്പുറവും ഇപ്പുറവുമായിട്ട് രണ്ട് ഈക്വൽ റൈറ്റ് ട്രയാങ്കിൾസ് കാണാനായിട്ട് സാധിക്കും. ആ രണ്ട് ഈക്വൽ റൈറ്റ് ട്രയാങ്കിൾസ് എന്താണ്? അത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 30 ഇവിടെയാണല്ലോ, 30-നെതിരെ 3, അപ്പോൾ 60-നെതിരെ 3√3. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 1/2 × 3 × 3√3. അതുപോലെ തന്നെ ഏരിയയുള്ള ഇപ്പുറത്തൊരു ട്രയാങ്കിളുണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ ഇവിടെ ഇത്രയും കാണുന്ന ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ 9√3 ആണ്. ഓക്കെ, 9√3 എന്ന് കിട്ടും. ഇനി ബാക്കി, അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയയും കൂടി നമുക്കിനി കണ്ടുപിടിക്കണം. ഇത്രയും ഭാഗത്തിൻ്റെ ഈ വലിയ സെക്ടറിൻ്റെ ഈ ഏരിയയും കൂടി കണ്ടുപിടിക്കണം. അതാ സർക്കിളിൻ്റെ ഏരിയയുടെ എത്ര ഭാഗം? ഇത് 60 ആണെങ്കിൽ ഇത് 120 ആണല്ലോ. ആ സർക്കിളിൻ്റെ ഏരിയയുടെ 2/3 പാർട്ടാണ്. സർക്കിളിൻ്റെ ഏരിയയുടെ 2/3 പാർട്ടാണ് ഇവിടെ ഉള്ളത്. അതായത് 2/3 ഓഫ് പൈ ഇൻറ്റു 9, അതായത് 3 സ്ക്വയേർഡ്, അതായത് 6π എന്നായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഷെയ്ഡഡ് ഏരിയ എത്രയാണ്? 6π + 9√3 എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിലേക്ക് എത്താം. ഇത്രയും കാൽക്കുലേഷനൊക്കെ ഉള്ള ആവശ്യമുള്ള ചില ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. പല ചോദ്യങ്ങളും നേരിട്ട് ഒറ്റ നോട്ടത്തിൽ ഒരു മൈൻഡിലുള്ളൊരു കാൽക്കുലേഷൻ, ഹെഡ്, തലയിലുള്ളൊരു കാൽക്കുലേഷൻ കൊണ്ട്, മാത്തിൻ ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുസ്തകത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. ഓർമ്മയിൽ നിർത്തിക്കൊണ്ട്, അതായത് ചിന്തയിലൂടെ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ആ സമയമാണ് ചോദ്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ഒരു പാരലോഗ്രാം ഉണ്ട്. ഈ പാരലോഗ്രാമിൻ്റെ പ്രത്യേകത, ഒരു വെർട്ടെക്സ് സർക്കിളിൻ്റെ സെൻറ്ററിലും ബാക്കി 3 വെർട്ടിസസ് സർക്കിളിലുമാണ്. അത് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഇതൊരു സർക്കിളാണ്. ഓക്കെ, ഇങ്ങനെയാണതിരിക്കുന്നത്. ഇതുപോലെയാണ് ആ പാരലോഗ്രാം ഇരിക്കുന്നത്. ABCO എന്ന് പേര് കൊടുക്കാം. നമുക്ക് ഈ പാരലോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ആംഗിൾ ഏത്? അതായത് ഒരേ ഈക്വലായിട്ടുള്ള 2 പെയർ ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഈക്വലായിട്ടുള്ളത് ഏതാണെന്നുള്ളതല്ല, ആ രണ്ടെണ്ണത്തിൽ, ഈക്വലായ രണ്ടെണ്ണത്തിൽ വലുതേത് അതാണ്. വേറെ വിവരങ്ങളൊന്നും തന്നിട്ടില്ല, ഇത്രയേ തന്നിട്ടുള്ളൂ.
നമുക്ക് വളരെ സിമ്പിളായിട്ട് 10ാം ക്ലാസ്സിലെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിൽ ഈ ചോദ്യം ഉൾപ്പെടുത്തിക്കൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കൂ. ഓക്കെ, ഇവിടെ ഈ ആംഗിളിനെ ഞാൻ എക്സ് 2x എന്നെടുത്താൽ ഇവിടുത്തെ ഈ ആംഗിള് എക്സ് ആയിരിക്കും. ഓക്കെ, ഉറപ്പാണ്. എന്നാൽ ഈ ആംഗിളോ ഇത് 2x തന്നെയാണ്. കാരണം ഇത് പാരലോഗ്രാമാണല്ലോ. പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വലാണ്. അപ്പോൾ ഇത് 2x ആണെങ്കിൽ ഇത് x ആണ്, ഇത് രണ്ടും 2x ആണ്. ഇനി സൈക്ലിക് കോർഡിനേറ്ററിൻ്റെ പ്രോപ്പർട്ടി നോക്കിയേ, എക്സ് പ്ലസ് 2x ഇസ് ഈക്വൽ ടു 180 എന്ന് എഴുതാമല്ലോ. മുകളിലത്തെ എക്സും താഴെയുള്ള 2x. 3x ഇസ് ഈക്വൽ ടു 180, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 60. എക്സ് 60 ആണെങ്കിൽ ഇവിടെയുള്ള 2x എത്രയാണ്? ആ 2x എന്ന ആംഗിൾ 120 ഡിഗ്രിയാണ്. അതായത് പാരലോഗ്രാമിൻ്റെ വലിയ ആംഗിൾ 120 ഡിഗ്രിയാണെന്നുള്ള കൃത്യമായ ഓപ്ഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഹൂ ഡെവലപ്ഡ് ജിയോജിബ്ര, എ പോപ്പുലർ ഫ്രീ സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് ടൂൾ ഫോർ എക്സ്പ്ലോറിംഗ് ജോമെട്രി, ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് ഇൻ്ററാക്റ്റീവ്ലി. നമുക്ക് അറിയാവുന്നൊരു ചോദ്യമാണിത്. IT പാഠങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന കണക്കധ്യാപകർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കിതിൻ്റെ ഉത്തരം അറിയാം. ഈ 4ാമത്തതാണ് ഉത്തരം. ഓക്കെ, മാർക്കസ് ഹോഹൻവാർട്ടർ എന്ന സയൻറ്റിസ്റ്റാണ്, അദ്ദേഹമാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ജിയോജിബ്ര എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയറിൻ്റെ രൂപപ്പെടുത്തിയിരിക്കുന്ന വ്യക്തി അദ്ദേഹമാണ്. 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 4 ഓപ്ഷൻസും കാണുക. ഇതിലേക്ക് നമുക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് ഉത്തരം പെട്ടെന്ന് എഴുതാനായിട്ട് സാധിക്കും. 2021, ചില കാര്യങ്ങളൊന്നും കൂടി ഓർത്തിരിക്കുക. 2021 ഇത് കണ്ടെത്തിയത്. ഈ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഫീൽഡ്സ് മെഡൽ എന്ന് പറയുന്ന ആ കാര്യം. ആ ഫീൽഡ്സ് മെഡലിനെ കുറിച്ചൊരു ചോദ്യം കഴിഞ്ഞ ടെറ്റ് പരീക്ഷയ്ക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ്, ആ ഫീൽഡ്സ് മെഡൽ അവാർഡ് കിട്ടാനായിട്ടുള്ള ഏജ് ലിമിറ്റ് അതെത്രയാണ്? 40 വയസ്സാണ്. ഈ ഫീൽഡ്സ് മെഡൽ രൂപപ്പെടുത്തിയത് ജോൺ ചാൾസ് ഫീൽഡ്സ് എന്ന കനേഡിയൻ മാത്തമാറ്റീഷ്യൻ്റെ ഒരു ഓണർ ആയിട്ടാണ് ഈ പ്രൈസ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളത് ഓർത്തിരിക്കണം. ആ പേര് ജോൺ ചാൾസ് ഫീൽഡ്സ് എന്ന ശാസ്ത്രജ്ഞൻ്റെ പേര്, മാത്തമാറ്റീഷ്യൻ്റെ പേര്. വീണ്ടും ഓർക്കണം, ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻസായ 2 വ്യക്തികൾ, ഒന്ന് മഞ്ജുൾ ഭാർഗവ, രണ്ടാമത്തത് അക്ഷയ് വെങ്കടേഷ്. ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻസ് അല്ല, അവരുടെ ഒറിജിൻ ഇന്ത്യയാണ്. അവർ അമേരിക്കൻ മാത്തമാറ്റീഷ്യൻസാണ്. അവരുടെ ഒറിജിൻ ഇന്ത്യയാണ്. 2014 ഈ പറയുന്ന മഞ്ജുൾ ഭാർഗവയ്ക്ക് ഫീൽഡ്സ് മെഡൽ കിട്ടിയത്. പിന്നെ 2018 അക്ഷയ് വെങ്കടേഷിന് ഈ ഫീൽഡ്സ് മെഡൽ കിട്ടിയത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുക. ഒരാൾ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും ഒരാൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെയും പ്രൊഫസേഴ്സായിട്ട് ജോലി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ഇങ്ങനെയുള്ള കുറേ വിവരങ്ങൾ ഓർത്തിരിക്കണം. 4 വർഷം കൂടുമ്പോഴാണ് ഈ ഫീൽഡ്സ് മെഡൽ കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു കാര്യം നോക്കാം. ലെങ്ത് ഓഫ് ദ ആർക്ക് ഓഫ് എ സർക്കിൾ ഈക്വൽ ടു ദ റേഡിയസ്. ഓക്കെ, ലെങ്ത് ഓഫ് ദ ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു ദ റേഡിയസ്. ഒരു സർക്കിളിൻ്റെ ആർക്കിൻ്റെ ലെങ്ത്ത് റേഡിയസിന് ഈക്വൽ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻട്രലുള്ള ഈ ആംഗിൾ എത്രയാണ്? അതാണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയുന്നത്. ഇവിടെ സി എന്നിട്ട് സർക്കുലാർ മെഷർ എന്ന ആ സിമ്പലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 റേഡിയൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനേഷൻ അത് തന്നെയാണ്. ഇറ്റ് ഈസ് 1 റേഡിയൻ ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് ഓഫ് എ സർക്കിൾ ഹാവിങ് റേഡിയസ് ഈക്വൽ ടു ഹാവിങ് ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ആർക്കിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്, ആർക്ക് ലെങ്ത്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എത്ര റേഡിയനാണ് കിട്ടുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സർക്കിളിൻ്റെ മുഴുവൻ ആർക്ക് ലെങ്ത്ത് 2πr ആണ്. അതിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ, 6 കൊണ്ട് 2π എന്ന് കിട്ടും. ഇതിൽ നിന്ന് മനസ്സിലാക്കാം സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിള്
സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π റേഡിയനാണ്. ഓർത്തിരിക്കണം 2π റേഡിയൻ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ഡിഗ്രിയിൽ നിന്നും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിഗ്രിയിലേക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രിയിൽ നിന്നും റേഡിയനിലേക്ക് മാറുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി യൂസിൻ്റെ കാര്യങ്ങളല്ല ഹൈസ്കൂൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളത് കൂടുതൽ കൈകാര്യം ചെയ്യുന്നില്ല. ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ടതാണ്. ഓർത്തിരിക്കുക ഈ ഇത്തരം ഈ കാര്യങ്ങളല്ല. നേരത്തെ നമ്മൾ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ റേഡിയനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന ആ രൂപത്തിൻ്റെ പെരിമീറ്റർ 60 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണെന്ന്. പെരിമീറ്റർ ഓഫ് ദ ഷേപ്പ് ഈസ് 60. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷേപ്പ്? കുറച്ച് നേരം ഒന്ന് വളരെ ക്ലിയർ ആയിട്ടൊന്ന് നോക്കുക. ഇവിടെ 18 ഓക്കെ, ഇവിടെ 8 ഓക്കെ, ഇത്രയും 8, ഇവിടെ 6, ശരിയല്ലേ? ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ പെരിമീറ്റർ 60. പെരിമീറ്റർ 60 പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊരു കാര്യം ഓർക്കുക, ഈ നീളവും ഈ വീതിയും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 30 കാരണം പെരിമീറ്റർ 60. അപ്പോൾ ചോദിക്കുക, അത് ഈ ഷേപ്പിൻ്റെ പെരിമീറ്റർ അല്ലേ? ഈ ഷേപ്പിൻ്റെ പെരിമീറ്റർ തന്നെയാണ് ഈ ആദ്യം ഉണ്ടായിരുന്ന മുറിച്ചു മാറ്റുന്നതിന് മുമ്പുള്ള റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും. ഇത് രണ്ടും ഇവിടെ വന്നു. നേരത്തെ അത് ഇവിടെ ആയിരുന്നു. നേരത്തെ ഈ ലെങ്ത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ഈ ലെങ്ത്ത് ഇപ്പുറത്തായിരുന്നു. പെരിമീറ്ററിന് മാറ്റം വരുന്നില്ല. അപ്പോൾ പെരിമീറ്റർ എത്രയാണ്? 60. അപ്പോൾ നീളവും വീതിയും കൂടി കൂട്ടിയാൽ 30. ആ 30ൻ്റെ കേട്ടോ, നീളവും വീതിയും കൂടി കൂട്ടിയ 30. നീളം 18. അപ്പോൾ വീതി ഇവിടെ എത്രയാണ്? ഇത് 12. ഓക്കെ, ശരിയല്ലേ? ഇത് 12 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇത്രയും 12. അപ്പോൾ ഇത് 8. ഈ ലെങ്ത് അപ്പോൾ 4. അപ്പോൾ ഈ ചെറിയ ഭാഗത്തിൻ്റെ ഏരിയ 24. ആദ്യം ഉണ്ടായിരുന്ന വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയോ അത് 18 × 12 ആയിരുന്നു. അതിൽ നിന്ന് ഇതിൻ്റെ ഏരിയ 24 കുറച്ച് കളഞ്ഞു. അപ്പോൾ കിട്ടുന്ന ഏരിയ 192. വ്യക്തം, 192 ഇവിടുത്തെ ഓപ്ഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. 4 ഈക്വൽ റെക്റ്റാങ്കിൾസ്, 4 ഇത് 4 ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു സ്ക്വയറാണ് ആ ചിത്രത്തിൽ കാണുന്നത്. എന്നാൽ ആ വലിയ ഔട്ടർ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 20 തന്നിട്ടുണ്ട്. ഇതൊരു റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ പെരിമീറ്റർ 20. അതായത് ഇതിൻ്റെ നീളവും വീതിയും കൂടി കൂട്ടിയാൽ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ, നീളവും വീതിയും കൂടി കൂട്ടിയ 10 മനസ്സിലായി. നീളവും വീതിയും കൂടി കൂട്ടിയ 10 ഇതും ഈ നീളവും കൂടി കൂട്ടിയാൽ ഇതല്ലേ 10. ഇത് 10 ഇതും ഈ നീളം തന്നെയല്ലേ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. അതായത് ഈ സ്ക്വയറിൻ്റെ സൈഡ് 10. അപ്പോൾ ഏരിയ 100 വളരെ കൃത്യമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇതിനൊക്കെ നമുക്കൊരു 30 സെക്കൻഡ് പോലും വേണ്ട. പക്ഷെ ഒരു കാര്യമുള്ളത്, നോട്ടത്തിൽ ഇത് മനസ്സിലാകണം. കണക്ക് ചോദ്യങ്ങളുടെ പ്രത്യേകത അറിവ് അങ്ങോട്ട് എഴുതുന്നതല്ല, നമ്മുടെ ചിന്തയിലൂടെ ആ ചോദ്യത്തെ പ്രോസസ്സ് ചെയ്തിട്ട് ലോജിക്കലായിട്ടുള്ളൊരു ചിന്തയിലൂടെ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലെത്തണം. അവിടെയാണ് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നത്. മറ്റ് ചോദ്യങ്ങൾ എഴുതുന്ന പോലെ അത്രയും എളുപ്പമില്ലാതാവുന്നത് അതുകൊണ്ടാണത്. ആ പ്രോസസ്സിങ് നടക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. ഇവിടെ ഈ കാണുന്ന ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ ഏരിയയാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊരു റെഗുലർ ഒക്ടഗണാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി എന്ന് കാണാൻ സാധിക്കും. ഇത് രണ്ടും 45 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ്? ഈ നീളം 4√2 എന്നായിരിക്കും കിട്ടുന്നത്. ഈ നീളമോ? ഈ നീളം 4 എന്ന് കിട്ടും. ഈ ഒരു പാരലോഗ്രാമൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഈ ടോട്ടൽ ഇതിൻ്റെ ലെങ്ത്ത് ഇത്രയും നീളം. ഈ കാണുന്ന ഷെയ്ഡഡ് പാർട്ടിനെ മുറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയയാണ് ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നത്.
അപ്പോൾ 4+4√2 എന്ന് പറയുന്ന നീളത്തെ വീതിയായ എത്ര, വീതി ഇപ്പം 4 അല്ലേ, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16+16√2 എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. 12ാമത്തെ ചോദ്യം 10ാം ക്ലാസ്സിലെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട നേർചോദ്യമാണ്. √18. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തോളമുള്ള നീളം 9ഉം ഇത് 2ഉമാണെങ്കിൽ √18 ഇത് 7ഉം ഇത് 3ഉമാണെങ്കിൽ, ഇവിടെ 7ഉം ഇത് 2ഉമാണെങ്കിൽ, ഇവിടെ ഇത് 6ഉം ഈ നീളം 6ഉം ഇത് 3ഉമാണെങ്കിൽ, ഇത് 6ഉം ഇത്ര 6ഉം ഇത് 3ഉമാണെങ്കിൽ ഇത് √18 കിട്ടും. ഇത് 7ഉം ഇത് 2ഉമാണെങ്കിൽ √14 കിട്ടും. എങ്ങനെയായാലും 2+7 എന്ന് പറയുന്നതും 6+9 എന്ന് പറയുന്ന ഇത് 9. ഈ കറക്റ്റ് ഓപ്ഷൻ നോക്കിയെടുക്കാം അതിനകത്തുനിന്ന്. 13ാമത്തെ ചോദ്യം, ഇതിൻ്റെ ആൻസർ 4ാമത്തെ ആൻസറാണ്. പാഠപുസ്തകത്തിലെ ചോദ്യമാണ്, ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ടതാണ്. സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് പ്രപ്പോർഷണൽ ടു സൈൻ ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ. പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഏതാണ്? സർക്കം റേഡിയസ് ആണ്. 14ാമത്തെ ചോദ്യം ഇങ്ങനെ പോകുന്നു. 22 ഡിഗ്രി വരക്കാനായിട്ട് ടീച്ചർ പറയുമ്പോൾ ടീച്ചറിൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണ്? ആ കുട്ടിയിൽ ആ കോൺസെപ്റ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. കോൺസെപ്റ്റിൻ്റെ മാനിഫെസ്റ്റേഷനാണ് കൺസ്ട്രക്ഷൻ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തതാണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ 15ാമത്തെ ചോദ്യം, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഒരു എഡ്യൂക്കേഷണൽ മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് H.E. ആംസ്ട്രോങ് എന്ന ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ അല്ല, അദ്ദേഹം ഒരു എഡ്യൂക്കേഷണലിസ്റ്റാണ്, ഒരു എഡ്യൂക്കേറ്ററാണ്. അദ്ദേഹമാണ് ആ മെത്തേഡ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ട്രെയിൻ ദ സ്റ്റുഡൻസ് ഇൻ ഒബ്സർവേഷണൽ സ്കിൽ. അതായത് നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയല്ല, നിരീക്ഷണങ്ങളിലൂടെ ഒരു കാര്യത്തെ വിലയിരുത്താനും ഒക്കെയാണ് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിലൂടെ മനസ്സിലാക്കുന്നത്. ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എൻകറേജസ് ദ സ്റ്റുഡൻസ് ടു ഡിസ്കവർ ത്രൂ ഒബ്സർവേഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. ശരിക്ക് ഗണിത പഠനം എന്ന് പറയുന്നത് ഒരു ഹ്യൂറിസ്റ്റിക് പ്രോസസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ.